പത്തരമാറ്റി ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയും നയനയും അറിയുന്നില്ല ആ പായസത്തിൽ ഇത്രയും വലിയൊരു അപകടമുള്ള കാര്യം. അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന അപകടം അറിയാതെ നവ്യയും നയനയും ആ പായസം എടുത്ത് കുടിക്കുകയാണ്. അപ്പോഴേക്ക് വേണു പറയുന്നുണ്ട്, ഇത് കുടിച്ചെന്ന് വിചാരിച്ചിട്ട് ചത്തൊന്നും പോവില്ല, പക്ഷേ എല്ലാവരുടെ വയറൊന്ന് ക്ലീൻ ആവും എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. ആ സമയം അനാമിക പറയുന്നുണ്ട്, ആ നവ്യയ്ക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്, അവൾ തന്നെ ആദ്യം കുടിക്കട്ടെ. ഉരുളയ്ക്ക് പേരി പോലെ മറുപടി പറയുന്നവളാണ് ആ നവ്യ, അതുകൊണ്ട് അവൾ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. അങ്ങനെ പായസം കുടിച്ചപ്പാടെ തന്നെ നയനയ്ക്കാണെങ്കിൽ നല്ല വയറുവേദന വരുന്നുമുണ്ട്. നയന ചോദിക്കുന്നുണ്ട്, ഈ പായസം കുടിച്ചിട്ട് ചേച്ചിക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നല്ല വയറുവേദന വരുന്നുണ്ടെന്ന് നവ്യയും പറയുന്നുണ്ട്. ഈ പായസം കുടിച്ചത് മുതൽ വയറിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ നവ്യ പറയുമ്പോൾ നവ്യയും നയനും കൂടി വേദന സഹിക്കാതെ കരയുന്ന സമയത്താണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. ഈ സമയം മുത്തശ്ശി ചോദിക്കുകയാണ്, എന്ത് പറ്റി രണ്ടു പേർക്കും, എന്തിനാണ് നിങ്ങൾ കരയുന്നത്, നിങ്ങൾ രണ്ടുപേരും ആകപ്പാടെ തളർന്നല്ലോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ആ സമയം മുത്തശ്ശനും അങ്ങോട്ട് വരികയാണ്. എന്ത് പറ്റി മക്കളെ, എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്നൊക്കെ മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്. ആ സമയം നയന പറയുകയാണ്, മുത്തശ്ശ, ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്നവർക്ക് കഴിക്കാനായി പായസം ഉണ്ടാക്കിയിരുന്നു, പക്ഷെ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുടിച്ചതാണ് പായസം. ആദ്യം മുത്തശ്ശനും മുത്തശ്ശിക്ക് തരാമെന്ന് ഓർത്തതാണ്, പിന്നീട് ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് ആദ്യം കൊടുക്കാമെന്ന്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേച്ചിക്ക് ആദ്യം പായസം കൊടുത്താൽ വളരെ സന്തോഷമാകുമെന്ന് കരുതി. പക്ഷെ പായസം കുടിച്ചത് മുതൽ എനിക്കും ചേച്ചിക്കും തീരെ സുഖമില്ല, സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ് ആ പായസം കുടിച്ചത് മുതൽ ഉണ്ടായത്. മുത്തശ്ശി ഇതെല്ലാം കേട്ട് ചില ആയുർവേദ മരുന്നുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ നടക്കില്ല, എത്രയും പെട്ടെന്ന് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. പായസം കുടിച്ചത് മുതലാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. മാത്രമല്ല നവ്യയാണെങ്കിൽ ഗർഭിണിയാണ്, ആ കാര്യം നീ മറന്നുപോയോ എന്നൊക്കെ മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും ധൃതിയിൽ തന്നെ ഇറങ്ങി താഴേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈവറെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയം നവ്യയും നയനയും ആണെങ്കിൽ വയറ് പൊത്തിപ്പിടിച്ച് വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാണ്. ഇതെല്ലാം കണ്ട് അനാമികയും അവളുടെ അച്ഛനും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ വേണു ഒന്നും അറിയാത്തതുപോലെ, മുത്തശ്ശി എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അറിയില്ല, കുട്ടികൾക്ക് ആ പായസം കുടിച്ചത് മുതൽ എന്തോ ഒരു സുഖമില്ലാത്തതുപോലെ. എന്നിട്ട് അനാമികയോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ അനാമികയെ, ഇന്ന് വരുന്നവരോടും പിന്നെ ആരോടും പായസം കുടിക്കരുത് എന്ന് പറയണം. അപ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, ഏത് പായസത്തിനെ കുറിച്ചാണ് മുത്തശ്ശി പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നയനമോൾ രാവിലെ തന്നെ പായസം ഉണ്ടാക്കി വെച്ചിരുന്നു, ആ പായസം ആദ്യം കുടിച്ചത് നവ്യമോളും നയനമോളുമാണ്. പായസം കുടിച്ചത് മുതൽ ഇരുവർക്കും തീരെ സുഖമില്ല. അത് കേട്ട് ജലജ പറയുകയാണ്, എന്നാൽ ഇപ്പോൾ പോയി ഞാനും അനാമികയും അനാമികയുടെ അച്ഛനും ഒക്കെ പായസം കുടിച്ചല്ലോ, ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ ജലജ പറയുമ്പോൾ, ആണോ മോളെ, പിന്നെ ഇവർ മാത്രം കുടിച്ചപ്പോൾ എന്താണ് ഈ സംഭവിച്ചത്, എല്ലാവരും കുടിച്ചത് ഒരേ പായസം തന്നെയല്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. മനസ്സ് നിറയെ കുശുമ്പ് നിറച്ച് വെച്ച് കുടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ജലജ. മിണ്ടാതെ അവിടെ ഇരുന്നോണം, നിന്റെ മരുമകൾക്കാണ് സുഖമില്ലാത്തത്, നീ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഞാനങ്ങും വരുന്നില്ല, അമ്മ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് ജലജ പറയുമ്പോൾ സ്വയം മുത്തശ്ശൻ ജലജയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ജലജയും ഇവരുടെ കൂടെ വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. സമയം മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട് എല്ലാവരും കൂടി അനന്തപുരിയിലേക്ക് വരികയാണ്. അപ്പോഴേക്കും അനാമികയും അച്ഛനും അമ്മയും ഒക്കെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. എന്ന പാടെ ദേവിയാനിയും ജാനകിയും കൂടി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും വരുമ്പോഴേക്കും ആ നയന ഇവിടെ പായസം ഉണ്ടാക്കി വെച്ചിരുന്നു, അത് കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു, ആദ്യം തന്നെ അവൾമാരാണ് എടുത്തു കുടിച്ചത്, ആക്രാന്തം മൂത്ത് കുടിച്ചതാണ്. ആ പായസം കുടിച്ചതിന് ശേഷം രണ്ടു പേർക്കും തീരെ സുഖമില്ല, അതുകൊണ്ട് തന്നെ അവരെയും കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് എന്നൊക്കെ അനാമിക പറയുകയാണ്. ആ സമയം ജയൻ ചോദിക്കുകയാണ്, എന്താണ് അവർക്ക് പറ്റിയത്, അറിയില്ല, ആ പായസം കുടിച്ചപാടിയാണ് അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഞാനും അച്ഛനും അമ്മയും ജലജപ്പച്ചിയും ഒക്കെ പായസം കുടിച്ചു, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവുമില്ല, പക്ഷെ അവർക്ക് മാത്രമാണ് ഈ പ്രശ്നമൊക്കെ, എങ്കിലും അതെന്ത് സംഭവിച്ചതായിരിക്കും. ഇതെല്ലാം കേട്ട് ആദർശ് പരിഭ്രമത്തോടെ പറയുകയാണ്, അച്ഛാ, ഞാൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകട്ടെ. അങ്ങനെ ആദർശ് പോകാനൊരുങ്ങുമ്പോൾ ദേവിയാനി ചോദിക്കുന്നുണ്ട്. ആ സമയം ദേവിയാനി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇപ്പോൾ തന്നെ പോകണോ, ഇപ്പോൾ നീ മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട് ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, ഇങ്ങോട്ടേക്ക് കയറ്, എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ പറയുമ്പോൾ ആ സമയം ആദർശ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, ഈ നവ്യയ്ക്ക് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പോകാൻ ഒരുങ്ങുകയാണ്. ആ സമയം ഏട്ടാ ഞാനും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനിയും വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഗർഭിണിയായ ഭാര്യയാണ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, തീരെ മനസ്സാക്ഷിയില്ലേ, അതുകൊണ്ട് നീ ആ വണ്ടിയിൽ കയറുക എന്ന് പറഞ്ഞുകൊണ്ട് അഭിയെയും പറഞ്ഞു വിടുന്നുണ്ട് ജയൻ. പിന്നെ ആദർശും അനിയും അഭിയും കൂടി വണ്ടിയിൽ കയറിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്.
പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവർ. അപ്പോഴേക്കും നവ്യയും നയനയും ഡോക്ടറോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. രണ്ടു പേർക്ക് ഓരോ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. ഇഞ്ചക്ഷൻ വെച്ച പാടെ തന്നെ നയനയ്ക്ക് നല്ല ആക്കമുണ്ട്. നയന പറയുകയാണ് ഇപ്പോൾ വേദനയെല്ലാം മാറി, കുറച്ച് മുൻപാണെങ്കിൽ തീരെ സുഖമില്ലായിരുന്നു. അങ്ങനെ ലിക്വിഡൊക്കെ ഇടുകയാണ് അവർക്ക്. ഇതേ സമയം നവ്യ പറയുകയാണ് എനിക്ക് ഇപ്പോഴും ഒരു ആക്കവുമില്ല, ഇപ്പോഴും കഠിനമായ വേദനയാണ്. ഡോക്ടർ പറയാൻ പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ടായിരിക്കും, നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറയുകയാണ്. നിങ്ങൾ എന്താണ് കഴിച്ചത് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പായസം കുടിച്ചതാണ്, അപ്പോൾ മുതൽ തുടങ്ങിയതാണ് എന്നൊക്കെ പറയുകയാണ്. ഫുഡ് പോയിസൺ ആയിരിക്കും, എന്തായാലും പേടിക്കേണ്ട എന്നൊക്കെ ഡോക്ടർ പറയുകയാണ്. അപ്പോഴേക്കും അബിയും അനിയും ആദർശം കൂടി അങ്ങോട്ട് വരികയാണ്. മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കാണുകയാണ്. എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. ആ സമയം ജലജ പറയുകയാണ് നയന പായസം ഉണ്ടാക്കിയതാണ്, പക്ഷെ ആദ്യം തന്നെ ചേച്ചി അനിയത്തിയാണ് കുടിച്ചു, അപ്പോൾ തുടങ്ങിയതാണ് രണ്ടു പേർക്കും. ഇത്രയും നേരം ബാത്റൂമിലായിരുന്നു. നയനയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കുറവുണ്ട്, പക്ഷെ നവ്യയ്ക്ക് ഒരു കുറവുമില്ല എന്നൊക്കെ പറയുകയാണ് ജലജ. അപ്പോൾ അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, അവൾ അങ്ങ് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണ് അബി. അതേസമയം ജലജ പറയുകയാണ് എനിക്ക് മനസ്സിലാക്കാത്തത്, ഞാനും ആ പായസം കുടിച്ചതാണല്ലോ, എനിക്കൊരു കുഴപ്പവുമില്ല, അതുപോലെ തന്നെ അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ കുടിച്ചു ആ പായസം, പക്ഷെ അവർക്ക് ഒരു കുഴപ്പവുമില്ല, പിന്നെ ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറയുകയാണ് ജലജ. പിന്നീട് അനന്തപുരി ദേവയാനിയും ജലജയ്ക്ക് അങ്ങനെ ചിന്തിക്കുകയാണ് ഈ പായസം കുടിച്ചിട്ട് ഇവർക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, നമുക്കെന്തായാലും ഒന്ന് കുടിച്ചു നോക്കാം എന്ന് ദേവയാനി ജാനകിയോട് പറയുകയാണ്. എൻ്റെ പൊന്നി ചേച്ചി എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വയ്യ വയറിളകാനൊന്നും. അപ്പോൾ ദേവയാനി പറയുകയാണ് വേണുവിനും അതുപോലെ ഇവർക്കൊന്നും കുടിച്ചിട്ട് യാതൊരു കുഴപ്പവുമില്ലല്ലോ, എനിക്ക് തോന്നുന്നത് നമ്മൾ പോയ സമയം നോക്കി ഇവർമാർ പുറത്തു നിന്ന് എന്തെങ്കിലും വരുത്തിച്ചിട്ടുണ്ടാവും, നമ്മളാരും അവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് അവർ തോന്നിയതുപോലെ എന്തെങ്കിലും വരുത്തിച്ച് കഴിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാവും ഈ പണി കിട്ടിയത് എന്നൊക്കെ ദേവയാനി പറയുകയാണ്. ആ സമയം ജയനും അജയനൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവർക്ക് വേണമെങ്കിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ വരുത്തിക്കാമല്ലോ, അവർ എല്ലാവരും ഉള്ളപ്പോൾ മാത്രമേ വരുത്തിക്കുകയുള്ളൂ, അങ്ങനെയുള്ള കള്ളത്തരമൊന്നും അവർ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജയൻ. അപ്പോഴേക്കും രേവതി പറയുകയാണ് ഒന്നുമില്ലാതെ വളർന്നവരല്ലേ, എല്ലാം കൂടി കണ്ടപ്പോൾ അങ്ങാതി മറന്ന് കാണും എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴേക്കും ജയൻ പറയുന്നുണ്ട് രാത്രിയിൽ ആരും കാണാതെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ആരാണ് കഴിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറയുകയാണ്. പിന്നെ എന്തിനാണ് അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ദേഷ്യപ്പെട്ട് ജയൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് എനിക്ക് എന്തായാലും കുറച്ച് പായസം വേണം, ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും അനാമികയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലാവുകയാണ്. അനാമിക പുറത്തു നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചിരുന്നല്ലോ, ഇതിനെക്കുറിച്ചാണല്ലോ ഇപ്പോൾ അങ്ങനെ കുത്തി പറഞ്ഞതെന്ന് അനാമിക ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി പറഞ്ഞ സ്ഥിതിക്ക് അവരും പായസം കുടിക്കട്ടെ, അനുഭവിക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുകയാണ് അനാമിക. ഈ സമയം ഹോസ്പിറ്റലിൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും നവ്യയ്ക്കാണെങ്കിൽ ഒട്ടും ആക്കമില്ല. ജയ് ആദർശിനെ വിളിച്ച് ചോദിക്കുകയാണ് നവ്യ മോൾക്കോ നയന മോൾക്കോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നയനയ്ക്ക് ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ കുറവുണ്ട്, നവ്യയ്ക്കാണെങ്കിൽ ഒരു കുറവുമില്ല, കഠിനമായ വയറുവേദനയാണ്, ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ജയൻ. ആദർശ് പറയുകയാണ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ എന്ന് ആദർശം പറയുന്നുണ്ട്. അങ്ങനെ നവ്യയ്ക്കാണെങ്കിൽ വയറുവേദന കൂടി കൂടി വരികയാണ്, വേദന സഹിക്കാൻ കഴിയാതെ നവ്യയാണെങ്കിൽ കരയുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് ഇങ്ങനെ വേദന കൂടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് ആദർശം പറയുന്നുണ്ട്. അങ്ങനെ നവ്യയെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്ലഡ് സാമ്പിൾസ് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യയ്ക്കാണെങ്കിൽ കലശമായ വയറുവേദനയാണ്. നവ്യയാണെങ്കിൽ ആ സമയം കുഴപ്പമില്ലാതെ എഴുന്നേൽറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ആദർശിനോട് പറയുന്നുണ്ട് ആദർശേട്ടാ ആ പായസം കുടിച്ചത് മുതൽ തുടങ്ങിയതാണ്, ആദ്യത്തെ പായസം തന്നെ ഞാൻ നവ്യയ്ക്ക് കൊടുത്തു, പിന്നെ ഞാനും കുടിച്ചു, അപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട്, എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്, അതിനൊന്നും പഴയതുമല്ല, ഫുഡ് പോയിസൺ ആകാൻ യാതൊരു സാധ്യതയുമില്ല എന്നൊക്കെ നവ്യ ആദർശിനോട് പറയുകയാണ്. ഇനി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരയുകയാണ്. ആ സമയം ജലജ പറയുകയാണ് ഇത് പായസത്തിലൊന്നും ആയിരിക്കില്ല, ആ പായസം ഞാനും കുടിച്ചതാണല്ലോ, അനാമിക എനിക്ക് കൊണ്ടു തന്നതാണ്, മാത്രമല്ല അനാമികയുടെ അച്ഛനും അമ്മയും എല്ലാം പായസം കുടിച്ചു, അങ്ങനെ വല്ലാതെയൊന്നും ഞങ്ങളും കഴിച്ചില്ല, എല്ലാവരും കഴിക്കുന്നത് പോലെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങളും കഴിച്ചത് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പറയുകയാണ് എനിക്ക് എന്തോ ഒരു പേടിയാവുന്നു, ചേച്ചിയുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ. മുത്തശ്ശനും മുത്തശ്ശിയെല്ലാം ഞാനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആദർശ് പറയുകയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ലടോ, നീ സമാധാനമായിരിക്കേ. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വരികയാണ്. നിങ്ങൾ പായസം കുടിച്ചില്ലേ, ആ പായസത്തിൽ എന്തോ ഒരു വിഷം കലർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഡോക്ടർ പറയുകയാണ്. അപ്പോഴേക്കും ഞാൻ പറയുന്നുണ്ട് എന്ത് ചേർക്കാനാണ്, അതിലൊരു വിഷവും ചേർന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറയുകയാണ് നയനിയുടെ രക്തത്തിൻ്റെ സാമ്പിൾ ഞങ്ങൾ ശേഖരിച്ചു,
രണ്ടുപേരുടെയും സാമ്പിളിൽ ഒരേ അംശമാണ് ചേർന്നിട്ടുള്ളത്. ഇതൊരു കെമിക്കലാണ്. വയറ് കേടാവാനും ഇതുപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള കെമിക്കലാണിത്. ഞാനിക്കത് കുഴപ്പമില്ല. പക്ഷെ നവ്യ ഗർഭിണി ആയതുകൊണ്ട് തന്നെ വളരെ ക്രിട്ടിക്കലാണ് എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ. അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുകയാണ് നയന. അങ്ങനെയാണെങ്കിൽ രേവതിക്കും അവളുടെ അമ്മയ്ക്കും അച്ഛനും ജലജ അപ്പേച്ചിക്കും ഒക്കെ സംഭവിക്കേണ്ടതല്ലേ? നമുക്ക് രണ്ടുപേർക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നയന ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, ആ പായസം അവിടെ ഉണ്ടല്ലോ, അത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ആദർശ് ജയനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്തായാലും അച്ഛാ പായസം എടുത്ത് കളയണ്ട, അത് അവിടെ തന്നെ വെക്കണം, വേറെ ആരും കുടിക്കുകയും വേണ്ട. എന്താണ് സത്യാവസ്ഥ എന്ന് എനിക്കറിയണം. എന്തായാലും ഇനി ഇങ്ങനെ സംഭവിക്കരുത്. ഇതിൻ്റെ പിന്നീട് സത്യാവസ്ഥ കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ജയൻ വീട്ടിലെല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമികയുടെ അച്ഛനൊക്കെ അമ്മയാണെങ്കിൽ ആകെ ഭയക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയാണ് പായസം കൊടുത്തത്. എന്നാൽ നവ്യ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആവുമെന്ന് അവർ കരുതിയിരുന്നില്ല. ഇങ്ങനെ ഈ തരത്തിൽ വിഷയം പോകുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ ബ്ലഡ് സാമ്പിൾ എല്ലാം എടുക്കുന്നു എന്നൊക്കെ അവർ അറിഞ്ഞപ്പോൾ അനാമികയ്ക്കും വീട്ടുകാർക്കും വല്ലാത്തൊരു ടെൻഷൻ ആവുകയാണ്. അങ്ങനെ പായസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജയനാണെങ്കിൽ അത് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ദേവിയാനും ജാനകിയൊന്നും പായസം കുടിക്കുന്നില്ല.